ഹായ് ഹലോ എല്ലാവർക്കും 57ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രൊമോ കൊണ്ട് വന്നുള്ളൂ. അക്ബറിൻ്റെ ഫാമിലിയാണ് നാളെ വരുന്നത്. അക്ബർ ഗെയിം കളിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നോക്കി കണ്ടറിയാം. ഇനി നമുക്ക് ഇന്നത്തെ റിവ്യൂയിലേക്ക് പോവാം. രാവിലെ തന്നെ ബിന്നി അനീഷ് പ്രശ്നമാണ്. ബിന്നി കിച്ചൺ ടീം ക്യാപ്റ്റനാണ്. അനീഷാണ് രാവിലെ ആ കിച്ചൺ മൊത്തം വൃത്തിയാക്കിയത്. ഇന്നലെ ബിന്നിയുടെ ടീം വൃത്തിയാക്കിയതേ ഇല്ല. ആ വൃത്തിയാക്കിയതിന് ശേഷമാണ് ബിന്നിനോട് വന്ന് പരാതി പറയുന്നത്. അപ്പോൾ ബിന്നി അനീഷിനോട് ചാടി കടിക്കാൻ പോവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബിന്നിൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. ഇന്നലെ വന്ന ഫുഡും കുറേ വേസ്റ്റായി കളഞ്ഞു. അതും അനീഷ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ടും ബിന്നിക്ക് ഒരു കുലുക്കമില്ല. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, തെറ്റ് പറ്റി അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു വേണ്ടത്. അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ഇനി എപ്പോൾ ഫുഡ് കിട്ടും, ഞങ്ങൾക്ക് എപ്പോൾ ഫുഡ് കിട്ടും എന്ന് ചോദിക്കുന്നതിന് ബിന്നി പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ, ചായ ഇട്ട് കുടിച്ചോ എന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ബിന്നിനെ എതിർക്കുന്നുണ്ട്. അതവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ക്യാപ്റ്റൻസി മത്സരമാണ് നടന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നി നല്ല രീതിയിൽ കളിച്ചു. അക്ബർ അവിടെ പാനിക്കായിപ്പോയി. ആര്യന് വേണ്ടി നടത്തിയൊരു ടാസ്ക് ആയിരുന്നു. ആര്യൻ വിജയിക്കണമെന്ന് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു. ആര്യൻ്റെ മണ്ടത്തരം കാരണം ആ ക്യാപ്റ്റൻസി ആര്യൻ്റെ കൈവിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. ആര്യൻ പോഡിയത്തിൽ വെച്ച എൻ, ക്യാപ്റ്റൻ്റെ അവസാന എൻ കാണാതിരിക്കുകയും ബിന്നി അത് ഓടി വന്ന് എടുത്ത് അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയം ഉണ്ടായിരുന്നു ആര്യന്, പക്ഷേ അത് പറ്റിയില്ല. അതിനുശേഷം ഷാനവാസിൻ്റെ അനീഷിൻ്റെ ഫാമിലി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്കൊരു ടാസ്ക് കൊടുത്തു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവരെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു ഇമോഷണൽ സ്റ്റേജിലാണ് അവരുള്ളത്. എന്നിട്ട് കൂടി ഇവർ മാക്സിമം അവർ പെർഫോം ചെയ്ത് ഫാമിലിനെ കാണുകയാണ് ഉണ്ടായത്. പിന്നെ ഇവരുടെയൊക്കെ ഫാമിലി വരുമ്പോൾ നമുക്കും കൂടി ഒരു സന്തോഷം വരികയാണ്. എന്താണ് എന്നറിയത്തില്ല, ഈ പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ, കാണുന്നവരിലേക്കും അത് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലിയൊക്കെ വന്നതുപോലെ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന ആസ്ഥാനത്തെ ടാസ്ക് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അതിനുശേഷം അക്ബർ ആദിലിനോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ദിയാസനെയാണല്ലോ, അപ്പോൾ പ്രശ്നമായി മാറും എന്ന് പറയുന്നത് ഒരൊറ്റ ബുദ്ധിക്ക് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അനവസരത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. എല്ലാവരുടെയും ഫാമിലി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അവരുടെയും. സോ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞപ്പം അത് ഫീലായി. അക്ബർ അത് ഓർത്തുമില്ല. അതിനുശേഷം നൂറ് പോയി പറയുമ്പം അക്ബർ മനസ്സിലാവുകയും പിന്നെ ആദിലയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടെ ആദിലയ്ക്ക് അക്ബറിനോട് അത്ര ചായവില്ല. അതിനി എങ്ങനെയായി മാറും എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നടന്നത് വീക്ക്ലി നോമിനേഷനാണ്. നോമിനേഷനിലേക്ക് വന്നവർ എന്ന് പറയുന്നത് സാബുമാൻ, അനുമോൾ, ഒനീൽ, ജിസേൽ, നെവിൻ, ആദില, നൂറ, ലക്ഷ്മി എന്നിവരാണ്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പാക്റ്റ് ആവില്ല എന്ന് തോന്നി. ഗെയിം കളിക്കാതിരിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. എൻ്റെ പ്രഡിക്ഷൻ ഞാൻ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും പറയാം. വൈകുന്നേരം ആയപ്പോഴേക്കും ബിന്നിയുടെ ഹസ്ബൻഡായ നൂബിൻ വരികയാണ് ചെയ്തത്. ബിന്നിക്ക് കിട്ടിയ പ്രത്യേക അധികാരപ്രകാരം 5 or 7 ദിവസം നിൽക്കാൻ പറ്റും. പക്ഷേ പുള്ളി പറയുന്നത് 3 ദിവസമാണ് നിൽക്കുന്നത് എന്നാണ്. പുള്ളിക്കാരന് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കാരണം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് പുള്ളി ഒരു ദിവസം പോലും തയ്ച്ച് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആരും അവരെ ഉറക്കാൻ വിടുന്നില്ല. നെവിനൊക്കെ അവിടെ CCTV പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവസാനം അനു പിടിച്ചുകൊണ്ട് പോയിട്ട് നെവിനെ മാറ്റി കിടത്തുന്നതായിട്ടാണ് കാണാനിടയായത്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.